അപ്പോൾ നമ്മൾ ഹൊഗനക്കലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എത്തി. ഒരു ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൊട്ടവഞ്ചിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് വരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ കൊട്ടവഞ്ചിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ആ 7 ആൾക്കാരും നമ്മൾ അടിപൊളിയായിട്ട് കയറുകയാണ്. ആദ്യം ആഷർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഞ്ചിയിൽ തന്നെയാണ് ഞാനും കയറുന്നത്. സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. നല്ല ജാക്കറ്റ് തന്നെയാണ്, നമ്മൾ പറശ്ശിക്കടവ് വിട്ട പോലത്തെ അല്ല. കൊട്ടവഞ്ചിയിൽ കയറിയാണ്. കൊട്ടവഞ്ചിയുള്ള യാത്രയായി, മനോഹരമായ യാത്ര. നമ്മളെ ഡ്രീം എന്താ പറയണ്ടേ, ഒരു ഡ്രീം തന്നെ ആയിരിക്കും അല്ലേ. ആഷിറിൻ്റെ ഡ്രീമാണ്, എൻ്റെ ഡ്രീമാണ്. അപ്പോൾ തുടക്കത്തിലാണ് ഉള്ളത്, ഏകദേശം തുടക്കമാണ്. 2 വഞ്ചിയിലേക്ക് നമ്മൾ ഏഴാണ് ഉള്ളത്. അപ്പോൾ അത് വെയിറ്റ് കണക്കാക്കുമ്പോൾ വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 8 ആളായി. സഞ്ചരിച്ചാൽ പിന്നെ നമുക്ക് നിർത്തിത്തരും. ഇതുപോലൊരു ദ്വീപ് പോലെ തന്നെ നടുക്കുള്ളത്. ഇത് നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ കൊട്ടവഞ്ചിയുമായിട്ട് നമ്മൾ കയറ്റുന്നവർ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് ഫോട്ടോ എടുക്കാനും വളരെ നല്ല ഒരു പ്ലേസ് തന്നെയാണ്. ഈ ഒരു സ്ഥലത്ത് 80 കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ലാവ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗാനരംഗം മാധവി അഭിനയിച്ച സിനിമയായിരുന്നു. അതുപോലെ നരൻ്റെ ഒരു പ്രധാന ലൊക്കേഷനും കൂടിയായിരുന്നു ഇത്, മോഹൻലാൽ അഭിനയിച്ച്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേറെ തന്നെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു പാറ എൻ്റെ കാഴ്ചകളും ഈ വെള്ളച്ചാട്ടം അടുത്തുനിന്ന് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ എല്ലാം. അപ്പോൾ ഒരു മഴക്കാല ദൃശ്യം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. മഴക്കാലം എങ്ങനെ ഉണ്ടാകുന്നുള്ള ദൃശ്യം നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതൊരു കൊട്ടവഞ്ചി കണ്ടില്ല, ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വഞ്ചി ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് മാറിയിട്ടാണ് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലെ അങ്ങോട്ടേക്ക് മാറുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെന്നി വീഴാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച ഉണ്ടല്ലേ, നമ്മൾ ഹോളിവുഡ് സിനിമയെ മാത്രം കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണിത്. അത്രയും നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മൾ എപ്പോഴും എല്ലാവരും സഞ്ചാരികൾ ഏറെ ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഹൊഗനക്കൽ യാത്ര. അതൊരുപാട് നമ്മൾക്ക് അറിയുന്നവർക്കെല്ലാം അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പം അറിയാത്തവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സ്ഥലമാണ്, വളരെ ശ്രദ്ധിക്കണം. സ്ലിപ്പാണ്, ഷൂസ് ഇട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ സ്ലിപ്പാൻ ചാൻസ് കൂടുതൽ. ഇവിടെ പ്രത്യേകിച്ച് മാർക്കുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു മഴക്കാലം ഇങ്ങോട്ട് നമുക്ക് എലോഡും അല്ല. എന്തായാലും ഇവിടെ ഫുള്ള് വെള്ളം പൊന്തും, ഫുള്ളായിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇത് വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്. ഫോട്ടോ ഷൂണാണ് ശരിക്കും പറഞ്ഞാൽ. ഫോട്ടോ എടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാവല്. അപ്പോൾ നമുക്ക് നോക്കിയും കണ്ടും വരണം. ഇതിനെയാണ് നമ്മൾ ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഈ ഒരൊറ്റ സീൻ ഭയങ്കര രസമാണ്. ശരിക്കും നയാഗ്ര മോഡൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ കൊട്ടവഞ്ചി അവിടെ തയ്യാറായിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ടേയുണ്ട്. ഇത് ഈ ഭാഗത്തു നിന്നാണ് ഇനി ട്രിപ്പ് സ്റ്റാർട്ടാകുന്നത്. ഈ ഒരു പാറ കെട്ട് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാലുള്ളൊരു സംഭവമാണ്. അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ലോകമാണ് ശരിക്കും. ഹൊഗനക്കൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വേറെ തന്നെ ഒരു ലോകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അണ്ണാ ഉങ്ക പേരെന്താ? ഗോവിന്ദരാജ്. അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിനാ? എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിനാ? അപകടങ്ങൾ അതെല്ലാം ഒന്നുമല്ല. ആയം കമ്മിയാ? 40 അടി. ഇതിന്റെ താഴെ 40 അടി താഴ്ചയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റ് ഇടാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ജാക്കറ്റ് വിരിച്ച ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ അതൊരു രസമാണല്ലോ. നരൻ ഷൂട്ടിങ്, സൈറ, ചിരഞ്ജീവി സൈറ. അപ്പോൾ എല്ലാം കൂടുതലായിരിക്കും, വെള്ള കളറായിരിക്കും.
നോക്കുക 10 വർഷം ஒரு வருஷம் தான் வரும். ஒரு வருஷம் தான் வரும். இதெல்லாம் இந்த வெயில்ல எல்லாம் காஞ்சினா பேலன்ஸ் ஒன்று கட் ஆயிடுச்சுன்னா பேலன்ஸ் പോയി. ഒരു വർഷം ഇതിന് ഗ്യാരണ്ടി ഉള്ളൂ. അവർ പുതിയത് ഇറക്കും. അപ്പൊ പുതിയതിന് ഇത് ഇതിന്റെ ആൾക്കാർ കൊണ്ടുവരും. 6000 രൂപ ഇതിന് വില വരും. 6000 രൂപ ഈ കൊട്ടവഞ്ചിക്ക് വില വരുന്നത്. ഒരു വർഷമാണ് ഇതിന് ഗ്യാരണ്ടി. അല്ലെങ്കിൽ ഇതൊന്ന് മുറിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് ഇതിന്റെ വർഷത്തിൽ ഇതെന്തായാലും മാറ്റിക്കൊണ്ടിരിക്കും. തീർച്ചയായും സേഫ്റ്റിയാണ്. കൊട്ടവഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് സ്നാക്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, നമ്മൾ അപ്പോൾ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കൊട്ടവഞ്ചി ഏകദേശം 400ഓളം കൊട്ടവഞ്ചികൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇവനൊരു വർക്കൗട്ട് ചെയ്യുന്ന ആളായത് കൊണ്ടായിരിക്കാം സ്ലീവ്ലെസ്സിലിട്ട് കുറച്ച് കാലമായിട്ടും വർക്കൗട്ട് വന്ന് തുടങ്ങിയിട്ട് അപ്പോഴെ തന്നെ ശരീരപ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് അധികം മധുരമുള്ളതും കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള ദാലുള്ളതാണ് കഴിക്കുന്നത്. വലിയ വലിയ മത്സ്യങ്ങൾ ഒരുപാട് തന്നെ കൂടി. അപ്പൊ അതൊരു കാഴ്ച തന്നെ. പിന്നെ ഞാനൊരു കൈ നോക്കാന്നിരിച്ചു. അപ്പോ തുഴയുമ്പോ എനിക്ക് സത്യം പറഞ്ഞൊരു ചിരി വരുന്നത്, ഇത് എങ്ങോട്ടും അങ്ങോട്ടും ഇല്ല തിരിഞ്ഞ് കളിക്കുവാണ്. അത് വലിയ സംഭവമായി. തൊയ്യാൻ പോലും കഴിയാതെ ഇവിടെ നീങ്ങുന്നില്ല, ഇത് പോകുന്നില്ല. പോ ஒரு வருஷத்துக்கு ஒரு தடவை மாறுது. എൻ്റെ അടുക്കുന്ന തുഴ വാങ്ങി ആഷിർ നോക്കി. ആഷിറിനും വലിയൊരു പ്രാക്ടീസ് ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇടത്തോട്ടും വലത്തോട്ടും ഒരു കൈ കൊണ്ടത്തോണ്ടും 2 ഭാഗത്തേക്ക് ആക്കണം. നമ്മളിപ്പോ നേരെ തന്നെ പോകുന്നത് ഒരു ചെറിയൊരു സ്ഥലമാകെ മാറി പൂഴിയിലുള്ള സ്ഥലമാണ്. ഇത് വേറെ തന്നെ ലോകമാണ്. ഇത് വേറെ തന്നെ രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മളെ ഇറക്കും, ഇഷ്ടം പോലെ ഫോട്ടോ നമുക്ക് എടുക്കാം. അത് കർണാടകയാണ്. മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർ അതുവഴി ഇങ്ങനെ പോയി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പൂഴിയുള്ള നമ്മുടെ നാട് പോലെ തോന്നിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഒരുപാട് ഫോട്ടോസ് എടുക്കാം. സിനിമ ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാകും, നമ്മൾ അറിയാഞ്ഞിട്ടാണ്. ഇവരെന്നെ ഓരോരോ ഹൊറർ സിനിമയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു തീർത്തും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വീണ്ടും ഞാൻ പറയുന്നത്, എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കുറിക്കാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അടിച്ചടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും. പൂഴിയാണ്, നല്ല അടിപൊളി പൂഴിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ പൊയ്ത്തുങ്ങൾ വളവട്ടണം ഭാഗത്തുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും വാരി കൊണ്ടുപോകും. അത്ര നല്ല പൂഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു വേറെ തന്നെ വൈബാണ്. ശരിക്കും ഫോട്ടോ എടുത്ത സമയത്ത് ശരിക്കും ഗൾഫ് കൺട്രീസിലെല്ലാം പോയിട്ട് എടുത്ത പോലെ ഉള്ളത്. നല്ല രസമുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് വഞ്ചി ഇവിടെ ഇറക്കി തന്നാൽ ഈ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ശരിക്കും 1.5 മണിക്കൂർ സമയം ഇങ്ങനെയാണ് ആവുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കാഴ്ച തന്നെ. നമ്മള് വളരെ നല്ല ഒരു സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. കാരണം ഏകദേശം ഒരു 8 മണിക്ക് നമ്മൾ പുറപ്പെട്ട യാത്രയാണ്. ഏകദേശം 8:20 കറക്റ്റ് ഒരു 8:20 നമ്മൾ വഞ്ചി കയറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വളരെ നല്ല ക്ലൈമറ്റ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം നല്ല വൃത്തിക്ക് കാണുന്ന നല്ല സൂപ്പർ യാത്ര. സമയത്ത് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദരാജിന്റെ ആ ഒരു നല്ലൊരു ഗൈഡൻസും അതുപോലെ ഓരോ നല്ല തുഴയെല്ലാം കണ്ടായിരുന്നു. നമുക്ക് പിന്നെ പേടിയെല്ലാം പോയി. പിന്നെ ഇതിൽ ഇരുന്നേരം നല്ല സുഖം, നല്ല ക്ലൈമറ്റ്, എല്ലാം കൊണ്ടും ഒരു സുഖസുന്ദരമായ ഒരു യാത്രയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. കഴിക്കുന്നത് പൈനാപ്പിളാണ്. നല്ല മുളകല്ലിട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ മാങ്ങയുണ്ട്, കക്കിരിയുണ്ട്, വത്തക്കയുണ്ട്, അങ്ങനെ ഐറ്റംസാണ്. പക്ഷെ നമ്മൾ പൈനാപ്പിളും മാങ്ങയും വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കണം. തലകറങ്ങാതാ തലകറങ്ങാതാ
കറങ്ങാതാ തല കറങ്ങാതാ ഭക്ഷണം കഴിച്ചതിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഇവിടെ ഒരു ബാഗ് ഉണ്ട്. അപ്പോൾ അത്രയും വൃത്തിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത്. ഇതിനൊന്നും ആരും പുറത്തിടാൻ പാടില്ല. അപ്പോൾ ഒരു ബാഗിൽ ഇട്ടാൽ നമുക്ക് സേഫായി അതുകൊണ്ട് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദരാജിൻ്റെ ആ ഒരു നല്ലൊരു ഗൈഡൻസും അതുപോലെ ഓരോ നല്ല തുഴയെല്ലാം കണ്ടാലും നമുക്ക് പിന്നെ പേടിയെല്ലാം പോയി. പിന്നെ ഇതിൽ ഇരുന്നേരം നല്ല സുഖം, നല്ല ക്ലൈമറ്റ്, എല്ലാം കൊണ്ടും ഒരു സുഖസുന്ദരമായ ഒരു യാത്ര.